പാർക്കുട്ടിയുടെ ബർത്ത്ഡേ ഡ്രസ്സ് എടുക്കാനായിട്ട് നമ്മൾ സ്റ്റുഡിയോയിൽ പോവുകയാണ് കേട്ടോ. ഇത് കത്രിക്കടവിലുള്ള സ്റ്റുഡിയോ ആണ്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞത് നമുക്ക് സ്റ്റുഡിയോയിൽ പോകണ്ട, അവിടെ അങ്ങനത്തെ ഡ്രസ്സൊക്കെ കിട്ടാൻ കുറവാണ്, നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി എടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പാർക്കുട്ടിക്ക് സ്റ്റുഡിയോയിൽ തന്നെ പോകണം, സ്റ്റുഡിയോയിൽ പോയി നോക്കിയിട്ട് ഇല്ലെങ്കിൽ മാത്രം വേറെ എവിടെയെങ്കിലും പോയാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ഞാനും അമ്മുക്കുട്ടിയും പാറക്കുട്ടിയും കൂടി സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. അമ്മുക്കുട്ടി ഇതേ നമ്മൾ മിനിസോയിൽ നിന്ന് മേടിച്ച വാട്ടർ ബോട്ടിലും കൊണ്ടാണ് കേട്ടോ നടപ്പ്. അപ്പോൾ അവിടെ ചെന്നു. ഇപ്പം സ്റ്റുഡിയോയിൽ അടിപൊളി ഓഫറുകൾ നടക്കുന്ന സമയമാണ് കേട്ടോ. ഇഷ്ടം പോലെ ഡ്രസ്സിന്റെ കളക്ഷൻ ഉണ്ട്, ഒരുപാട് റേറ്റും കുറവാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ചില സമയങ്ങളിലൊക്കെ ഭയങ്കര തിരക്കാണ് കേട്ടോ. അപ്പോൾ ഇത് പുതിയ കുറേ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട്, ഒരുപാട് റേറ്റ് കുറവാണ് കേട്ടോ. 149, 99, 49, 29 അങ്ങനെ കുറേ ഓഫറുകളുണ്ട്. ചെരുപ്പുകൾക്കാണേലും പിന്നെ ബ്യൂട്ടി സാധനങ്ങൾക്കാണേലും ഡ്രസ്സുകൾക്കൊക്കെ ആണേലും ഒരുപാട് റേറ്റ് കുറവുള്ള സമയമാണ് കേട്ടോ. പിന്നെ പുതിയ കുറേ ഡ്രസ് കളക്ഷൻസ് കണ്ടു കേട്ടോ. പാറുക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് പറ്റിയ ഡ്രസ്സ് ഇങ്ങനെ നോക്കി കിടക്കുകയാണ്. ആ ഒരു ഡ്രസ്സ് ഇപ്പോൾ കാണിക്കുന്നുണ്ടോ? അതിൻ്റെ ഒരു ടീഷർട്ട് നേരത്തെ പാറുക്കുട്ടിക്ക് വേണമെന്ന് പറഞ്ഞു, പക്ഷെ അത് വാങ്ങിയില്ലായിരുന്നു കേട്ടോ, തിരിച്ചു വെച്ചു. ഞാൻ ആ സമയത്ത് നോക്കിയപ്പോഴേക്കും അമ്മുക്കുട്ടിയെ കാണുന്നില്ല. ഓടി വന്ന് നോക്കിയപ്പോൾ ദേ കണ്ടില്ലേ, അമ്മുക്കുട്ടി സ്റ്റുഡിയോയിൽ വരുന്നത് തന്നെ മേക്കപ്പ് ചെയ്യാനാണ് ഗൈസ്. എനിക്കറിയാൻ പാടില്ല, അവിടെ ഇരിക്കുന്ന എല്ലാ സാമ്പിളും അമ്മുക്കുട്ടി ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അമ്മുക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ലിപ്സ്റ്റിക് ഇടുന്നത്. ലിപ്സ്റ്റിക്കാണ് അമ്മുക്കുട്ടിയുടെ ഹാപ്പിനെസ്. അങ്ങനെ അമ്മുക്കുട്ടി അവിടെ കുറേ നേരമായിട്ടിരുന്ന് ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. പല തരത്തിലുള്ള പല കളറുകളിലുള്ള ലിപ്സ്റ്റിക് അമ്മുക്കുട്ടി ഇങ്ങനെ ട്രൈ ചെയ്യും. ഇപ്പൊ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും ഗൈസ്. ദേ കണ്ടില്ലേ, കവിളിലൊക്കെ വാരി പൂശിട്ടുണ്ട് ഗൈസ്. ആരൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മുക്കുട്ടിയുടെ ഫേസ് എന്താ ചുമന്നിരിക്കുന്നതെന്ന്. പാറുക്കുട്ടി കണ്ടില്ലേ, ഞെട്ടി പണ്ടാരടങ്ങിപ്പോയി. ദേ കണ്ടില്ലേ, അമ്മു ഇങ്ങനെ വാരി പൂശി ഇങ്ങനെ ചുമന്ന് തുടുത്ത് നടക്കുന്നുണ്ട്. എന്തിനാണോ അറിയില്ല. പാറു ദേ പെട്ടെന്ന് വാഷ്റൂമിലോട്ട് പോയി. അമ്മുകൂടി ദേ പെട്ടെന്ന് ലിപ്സ്റ്റിക് ഒക്കെ അവിടെ വെച്ചിട്ട് ദേ വാട്ടർ ബോട്ടിൽ എൻ്റെ തന്നിട്ട് ഞാനും കൂടെ പോകണമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോഴത്തേക്കും ദേ കണ്ടില്ലേ, ബോയ്സിൻ്റെ ഒക്കെ ഷർട്ടിൻ്റെ കളക്ഷൻ നല്ല ഭംഗിയുള്ള ഷർട്ടുകളായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ പാറുക്കുട്ടിയുടെ അടുത്ത് കുറേ പറഞ്ഞാണ് ഗൈസ് ഒരു ഷർട്ട് എടുക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഗേൾസ് ഇങ്ങനെ ഷർട്ട് ഇട്ടിട്ട് നടക്കാനായിട്ട്. പാറുക്കുട്ടി എടുത്തില്ല ഗൈസ്, റേറ്റ് ഒന്നും അധികം ഇല്ലായിരുന്നു കേട്ടോ. നമുക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് ഉള്ള ഡ്രസ്സല്ലേ ഷർട്ട്, പക്ഷേ പാറുക്കുട്ടി എടുത്തില്ല. പാറുക്കുട്ടി എടുക്കാഞ്ഞുകൊണ്ട് പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല. എന്നിട്ട് ഇതേ പാറുക്കുട്ടി ഇങ്ങനെ ടീഷർട്ട്സ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇതേ അവിടെ വന്നു കേട്ടോ. ഇതിലേതെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞിട്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. അതൊന്നും അത്ര ഭംഗിയുള്ളതൊന്നും ആയിരുന്നില്ല, അതുകൊണ്ട് എടുത്തില്ല കേട്ടോ. പിന്നെ ഇത് ഇപ്പൊ പാറുക്കുട്ടി ഇട്ട് നോക്കുന്ന ഈ ചെരുപ്പില്ലേ, ഇത് സെയിം ചെരുപ്പ് എനിക്കുണ്ട് കേട്ടോ. പാറുക്കുട്ടിയുടെ കാലിന്റെ സൈസിന് ആ ഒരു ചെരുപ്പ് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. ഞാനപ്പോൾ പാറുക്കുട്ടിയുടെ അടുത്ത് അത് എടുക്കാൻ പറഞ്ഞു. പാറുക്കുട്ടി അത് വേണോ വേണ്ട എന്നൊക്കെ ആലോചിച്ചിട്ട് പാറുക്കുട്ടി പറഞ്ഞു പാറുവിന് അത് വേണ്ടാന്ന് കേട്ടോ. കാരണം എന്താണെന്നറിയോ, പാറുക്കുട്ടിക്ക് എപ്പോഴും ഷൂസ് ആണ് കേട്ടോ ഇഷ്ടം. ദേ അടുത്ത ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് കുറച്ച് ഓവറായില്ലേ ഗൈസ്, മേക്കപ്പ് കൂടിപ്പോയി ചേട്ടാ എന്നുള്ള ചോദ്യമാണ് കേട്ടോ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത്. എന്നാലും കുഴപ്പമില്ല, അമ്മുക്കുട്ടി ഹാപ്പിയാണ്. അങ്ങനെ പാറുക്കുട്ടി അടുത്ത ഷൂ കണ്ടുപിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പാറുക്കുട്ടി ഇത്തവണ സ്റ്റുഡിയോയിൽ ചെന്നപ്പോഴത്തേക്കിനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം എന്താണെന്നറിയോ, പാറുക്കുട്ടിക്ക് ചേരുന്ന സൈസിലുള്ള ചെരുപ്പ് അവിടെ അവൈലബിൾ ആയി തുടങ്ങി. ഇതിന് മുമ്പൊക്കെ പോകുമ്പോൾ പാറുക്കുട്ടിക്ക് എപ്പോഴും വലുതായിരുന്നു കേട്ടോ ചെരുപ്പ്, പാറുക്കുട്ടിയുടെ ഭാഗത്തിനുള്ളത് കിട്ടത്തേ ഇല്ലായിരുന്നു. അതുകൊണ്ട് പാറുക്കുട്ടി ഇത്തവണ എന്തായാലും ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ഞാൻ ഈ ട്രഡീഷണൽ അറ്റയറിൻ്റെ ഒക്കെ കൂടെ ഇടാൻ പറ്റിയ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ചെരുപ്പ് ഉണ്ട് കേട്ടോ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആ ഒരു വൈറ്റ് കണ്ടില്ലേ, അതും പാറുക്കുട്ടിക്ക് പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനപ്പം പറഞ്ഞു പാറുവിന് ഇഷ്ടമുള്ള എടുത്തോ, എനിക്കിത് എന്തായാലും നല്ലോണം ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. പാറുക്കുട്ടിക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മൾ ശരിക്കും ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ, ഏതാണ് അപ്പം ട്രഡീഷണൽ ആണോ ഏത് ടൈപ്പിലുള്ള ഡ്രസ്സാണെന്നൊന്നും സെലക്ട് ചെയ്യാത്തതുകൊണ്ട് പാറു പറഞ്ഞു ഇപ്പം അതെടുക്കണ്ട, നമുക്ക് നോക്കാമെന്ന്. ഇതേ പാറുക്കുട്ടിയുടെ സന്തോഷം കണ്ടോ, പാറുവിന് ചെരുപ്പ് പാകമായതിൻ്റെ സന്തോഷമാണ് കേട്ടോ. അപ്പോൾ എടുക്കുന്നില്ലെങ്കിൽ തിരിച്ചു വെച്ചേക്കാമെന്ന് പറഞ്ഞിട്ട് ദേ പാറുക്കുട്ടിയെ കൊണ്ട് ആ ഒരു വൈറ്റ് ചെരുപ്പ് ഞാൻ തിരിച്ച് വെപ്പിച്ചിട്ടുണ്ട് ഗൈസ്. ദേ ഇത് പാറുക്കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ചെരുപ്പായിരുന്നു കേട്ടോ അത്. പക്ഷെ അതിനകത്ത് എന്തോ പ്രിന്റിൽ എന്തൊക്കെയോ കുറച്ച് ഡാമേജ് ഉണ്ടെന്ന് പറഞ്ഞ് പാറുക്കുട്ടി അതിൻ്റെ സെയിം പീസ് വേറെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പം അവിടെ അത് അവൈലബിൾ അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പാറുക്കുട്ടി പറഞ്ഞു അത് വേണ്ട അമ്മേ, അത് കുറച്ച് ഡാമേജ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ അത് വേണ്ടാന്ന് തീരുമാനിച്ചു. അങ്ങനെ പാറുക്കുട്ടി ദേ സോക്സൊക്കെ വീണ്ടും തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് പാറുക്കുട്ടി ഒരു ഷൂ എടുത്തുകൊണ്ട് വന്നായിരുന്നു കേട്ടോ. അടിപൊളി ഷൂ ആയിരുന്നു. പക്ഷേ ഷൂ പാറുക്കുട്ടിക്ക് കുറേ ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു മേടിക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ. കാരണം കുറേ ഷൂ എന്തിനാ, എപ്പോഴും ഷൂ തന്നെയാണ് കേട്ടോ. പാറുക്കുട്ടിക്ക് കംഫർട്ടബിളായിട്ട് ഇടാൻ പറ്റുന്ന ഷൂ ആണ്. അതുകൊണ്ട് കുറേ ഷൂ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. പെട്ടെന്നൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ് എടുക്കാൻ പറഞ്ഞു കേട്ടോ.
അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ പാറുക്കുട്ടി ഇതാ ഒരു ചെരുപ്പ് തിരിച്ച് വെക്കാൻ പോവുകയാണ് കേട്ടോ. പാറുവിന് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇത് കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചായിരുന്നു കേട്ടോ ഇത് വാങ്ങാമെന്ന്. പക്ഷേ അന്ന് പാറുക്കുട്ടി കൂടെ ഇല്ലാത്തതുകൊണ്ടായിരുന്നു വാങ്ങാഞ്ഞത്. ദേ അടുത്ത സെക്ഷനിലേക്ക് വീണ്ടും പോയിട്ടുണ്ട്. അമ്മുക്കുട്ടി ലിപ്സ്റ്റിക്കിൻ്റെ അവിടെ നിന്ന് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അമ്മുക്കുട്ടീനെ സ്റ്റുഡിയോയിൽ ചെന്ന് കഴിഞ്ഞാൽ വേറെ എങ്ങും നോക്കണ്ട, ഈ ഒരു മേക്കപ്പിൻ്റെ സെക്ഷനിൽ നോക്കിയാൽ മതി. അമ്മു അവിടെ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. എനിക്കാണെങ്കിൽ അമ്മുവിനെ കണ്ടിട്ട് ചിരി വരുമായിരുന്നു കേട്ടോ. മുഖമൊക്കെ കൂടെ ചുമന്ന് ഞാൻ പറഞ്ഞു തുടച്ച് കളാമോ എന്ന് പറഞ്ഞിട്ട് എവിടുന്ന് അതൊക്കെ അങ്ങനെ ഇരുന്നോട്ടമ്മേ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനത്തെ പാറുക്കുട്ടി അത് വിട്ടിട്ടില്ല. അപ്പോഴത്തേക്ക് എനിക്കൊരു ബ്ലൂ കളറിൽ ഹീൽസ് ഉള്ള ചെരുപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതെ സോക്സ് ഒക്കെ ഇട്ടിട്ട് ചെരുപ്പിടാൻ നോക്കുന്നുണ്ടോ. ഒന്നാമത് അതിനകത്ത് ടാഗൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇട്ട് നോക്കാനായിട്ട്. പിന്നെ അതേ സോക്സൊക്കെ ഊരി ഇട്ട് നോക്കി. അപ്പോൾ എനിക്ക് ഈ ചെരുപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് അതിൻ്റെ കളർ ഇഷ്ടപ്പെട്ടു, എനിക്ക് അതിൻ്റെ സ്റ്റൈലും ഇഷ്ടപ്പെട്ടു. ആ ഒരു ഹീൽസ് ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ വിചാരിച്ചിരിക്കുമായിരുന്നു പാറുക്കുട്ടിക്കൊരു ഹീൽസ് വാങ്ങിക്കൊടുക്കണമെന്ന്. അപ്പോൾ കറക്റ്റ് നമ്മുടെ മനസ്സിലുള്ള പോലത്തെ തന്നെ ഒരു ഹീൽസ് കിട്ടി. അപ്പോൾ ഇത് കിട്ടിയപ്പോഴത്തേക്കിനും ഞാൻ പറഞ്ഞു പാറുക്കുട്ടി വേറെ ഒന്നും എടുക്കണ്ട, നമുക്കിത് എടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പാറുവിനും ഇത് ഇഷ്ടമായിരുന്നു. ആദ്യം പാറുവിന് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ, കാരണം ഹീൽസ് ഇട്ട് നടന്നിട്ടില്ല. ഇതാണെങ്കിൽ പോയിന്റഡ് ഹീൽസ് ആണ് കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് കംഫർട്ടബിളായിട്ട് നടക്കാൻ പറ്റത്തില്ല. പക്ഷെ പാറുക്കുട്ടിക്ക് ചെരുപ്പ് ഇഷ്ടപ്പെട്ടു, വീഴുമോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനായിരുന്നു കേട്ടോ. ഞങ്ങൾ കൽക്കട്ടയിലായിരുന്ന സമയത്ത് ഞാൻ ഇതുപോലെ പാറുക്കുട്ടിക്ക് ഒരു ഹീൽസ് ഉള്ള ചെരുപ്പ് വാങ്ങിക്കൊടുത്തു. പാറുക്കുട്ടി 2-3 പ്രാവശ്യം വീണായിരുന്നു കേട്ടോ. അപ്പോൾ പാറുക്കുട്ടിക്ക് അത് ഓർമ്മയുണ്ട് കേസ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല പാറുക്കുട്ടിക്ക് അതൊക്കെ ഓർമ്മയുണ്ടാവുമെന്ന്. പാറുവിന് അത് ഓർമ്മയുണ്ട്. പാറു ചിരിക്കുന്നുണ്ടോ, ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. എന്നിട്ട് ആ ചെരുപ്പ് വിട്ടുകളയാനും മനസ്സില്ല, എന്നാൽ എടുക്കണോ വേണ്ട എന്നുള്ള കൺഫ്യൂഷനായിരുന്നു കേട്ടോ പാറുക്കുട്ടിക്ക്. പാറുക്കുട്ടിയുടെ ഫേസ് ഒക്കെ കണ്ടില്ലേ. പാറുക്കുട്ടി പറയാം അമ്മ എനിക്ക് എഴയാൻ മാത്രമേ പറ്റുന്നുള്ളൂ, നടക്കാൻ പറ്റുന്നില്ലെന്ന്. എന്താ പറയുക, 2 ചെരുപ്പും കൂടെ ടാഗ് ചെയ്ത് വെച്ചിരിക്കുക, പിന്നെ എങ്ങനെ നടക്കാനാ. ഞാൻ പറഞ്ഞു പെട്ടെന്ന് അത് പൊട്ടിച്ച് കളഞ്ഞല്ലേ ശരിയാവത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പാറുക്കുട്ടി അത് ഇഷ്ടപ്പെട്ടു. അമ്മ ഇത് വേണോ, ഇത് അതിന് 699 ആയിരുന്നു കേട്ടോ. അപ്പം മറ്റേ ചെരുപ്പുകൾക്കൊക്കെ 299 ഒക്കെ ഉള്ളായിരുന്നു കേസ്. എല്ലാത്തിനും അല്ല, എന്നാലും 299 ഒക്കെ ചെരുപ്പുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തിനാ വെറുതെ അത്രയും പൈസ കളയണമെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ എടുത്തോ, കാരണം ബർത്ത്ഡേ കുട്ടിയല്ലേ, ബർത്ത്ഡേ കുട്ടിക്ക് ബർത്ത്ഡേക്ക് ഇഷ്ടമുള്ളത് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ആ ഒരു ചെരുപ്പാണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പോൾ പാറുക്കുട്ടി ഇങ്ങനെ നോക്കുവാണ്, ഇൻ കേസ് ചാടിയാ വീഴുവോ, നടന്നാ വീഴുവോ, ഓടിയാ വീഴുവോ എന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെ ഓരോ ആക്ഷനൊക്കെ കാണിച്ചിട്ടുണ്ട്. ആ ചെരുപ്പ് എടുക്കാൻ ഡിസൈഡ് ചെയ്തതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തോളാൻ പറഞ്ഞു. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും ചെയ്യിപ്പിക്കത്തില്ല കേട്ടോ, നമ്മളത് ഡാമേജ് ആക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനത്തെ പാറുക്കുട്ടി ഹാപ്പി ആയിട്ട് ആ ഒരു ചെരുപ്പ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ അമ്മുവിൻ്റെ പരിപാടി ഉണ്ടോ, അമ്മു ഇങ്ങനെ പുറകിൽ കൂടെ പോയി ഒറ്റ തട്ടാണ് കേട്ടോ പാറുക്കുട്ടിയെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീണു പോയേനെ. എനിക്ക് പേടിയായിട്ട് അവസാനം അമ്മുവിനെ ഞാൻ പിടിച്ചു മാറ്റി കേട്ടോ. അതെ അടുത്തൊരു ബ്ലാക്ക് കളർ ഹീൽസ് ഉള്ള ചെരുപ്പ് കണ്ടിട്ടുണ്ട്. ഇതും സൈസൊക്കെ കറക്റ്റാണ്, പക്ഷേ അതിൻ്റെ ബാക്ക് കണ്ടില്ലേ ഗൈസ്, എന്തോ പോലെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പാറു നല്ല കംഫർട്ടബിൾ ആണെന്ന് പറഞ്ഞു കേട്ടോ, നടക്കാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ്. പക്ഷേ ഇത് പോയിന്റഡ് ഹീൽസ് അല്ല കേട്ടോ, ഹീൽസ് ഉണ്ടെന്നുള്ളതേ ഉള്ളൂ, പോയിന്റഡ് ഹീൽസ് അല്ല. പക്ഷെ ഭംഗി മറ്റേ ആ ഒരു ബ്ലൂ ചെരുപ്പിന് തന്നെയാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു നമുക്ക് ഇത് വേണ്ട പാറു, നമുക്ക് ആ ബ്ലൂ ചെരുപ്പ് തന്നെ എടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അമ്മ ഇതിട്ട് നടക്കാൻ നല്ല കംഫർട്ടബിൾ ആണെന്നൊക്കെ പറഞ്ഞു. പാറുവിന് സത്യമായിട്ട് ഇത് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ഇഷ്ടമുള്ള എടുക്കട്ടെന്ന് വിചാരിച്ചു. അപ്പം പാറു പറഞ്ഞു വേണ്ട ബ്ലൂ മതി, കാരണം പാറുവിന് ബ്ലൂ കളറാണ് ഇഷ്ടം. അങ്ങനെ നമ്മൾ അത് സെലക്ട് ചെയ്ത് കേട്ടോ. പാറു ഹാപ്പിയായി. പാറു ഒരിക്കലും വിചാരിച്ചില്ലായിരുന്നു ആ ഒരു ചെരുപ്പ് ഇപ്പോൾ വാങ്ങിക്കൊടുക്കുമെന്ന് കേട്ടോ. എന്തായാലും ബർത്ത്ഡേക്ക് എല്ലാ പ്രാവശ്യവും ചെരുപ്പൊക്കെ വാങ്ങിക്കൊടുക്കുന്നതാണ്, അതുകൊണ്ട് ഓക്കെ പറഞ്ഞു. അങ്ങനെ നമ്മളിനി ചെരുപ്പ് സെലക്ട് ചെയ്തു. ഇത് വേണോ വേണ്ട എന്നൊക്കെ ആലോചിച്ചു. അവസാനം നമ്മൾ വേണ്ടെന്ന് തന്നെ തീരുമാനിച്ചു. അങ്ങനെ അത് തിരിച്ചു വെച്ചിട്ട് നമ്മൾ ആ ഒരു ബ്ലൂ കളർ ചെരുപ്പെടുത്തിട്ട് പോവാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പാറു അമ്മുക്കുട്ടിയുടെ ലിപ്സ്റ്റിക്കിൻ്റെ ക്രേസൊക്കെ ക്രേസ് കഴിഞ്ഞിട്ടൊന്നുമില്ല, ലിപ്സ്റ്റിക്ക് എല്ലാം പരീക്ഷിച്ച് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത നെയിൽ പോളിഷിൻ്റെ സെക്ഷനിലേക്ക് ചെന്നിട്ടുണ്ട്. അവിടെ കുറേയൊക്കെ ഇട്ട് നോക്കി. ഞങ്ങൾ അപ്പുറത്ത് പോയി വീണ്ടും എന്തൊക്കെയോ നോക്കി തിരിച്ചു വന്നപ്പം അമ്മുക്കുട്ടി ഇവിടെ തന്നെ നിൽക്കുകയായിരുന്നു കേട്ടോ. അമ്മുക്കുട്ടി ഈ ഒരു മേക്കപ്പിൻ്റെ സെക്ഷൻ വിട്ടൊരു കളിയില്ല ഗൈസ്, അമ്മു എപ്പോഴും അവിടെ തന്നെയാണ് കേട്ടോ. അമ്മുവിനെ സ്റ്റുഡിയോയിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വേറെ എങ്ങോട്ടും നോക്കേണ്ട ഒരാവശ്യമില്ല. അമ്മ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഓരോ ട്രയലിന് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നിന്നോളും. പാറുക്കുട്ടി ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. പാറുക്കുട്ടിക്ക് ലിപ്സ്റ്റിക്കാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ പാറുക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഒരു നെയിൽ പോളിഷ് വേണമെന്ന് പറഞ്ഞു. പാറുക്കുട്ടി ഏതൊരു പൊട്ട കളർ എടുത്ത് കേട്ടോ, അത് വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടെ വേറെ മറ്റേ വൈറ്റ് കളറിൽ ഗ്ലിറ്ററിലുള്ളൊരു നെയിൽ പോളിഷ് ഉണ്ട്.
ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ഭംഗിയായിരുന്നു അത് കാണാനായിട്ട്. അപ്പോൾ അത് എടുത്തപ്പോഴത്തേക്കിനും അത് എടുത്തോളാൻ പറഞ്ഞു. പാറുക്കുട്ടി 2 നെയിൽ പോളിഷ് എടുത്തു. ബർത്ത്ഡേ അല്ലേ, ഒരു നെയിൽ പോളിഷ് എടുത്തോളാൻ പാറുക്കുട്ടിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ പാറുക്കുട്ടി 2 എണ്ണം വേണമെന്നും പറഞ്ഞു നല്ല വാശിയായിരുന്നു കേട്ടോ. അപ്പൊ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു ഒന്നും എടുക്കണ്ടെന്ന് പറഞ്ഞു 2ഉം തിരിച്ചു വെച്ചു കേട്ടോ. അമ്മുക്കുട്ടി ആ സമയത്തൊക്കെ എല്ലാ നെയിൽ പോളിഷും മാറി മാറി അടിക്കുമായിരുന്നു ഗൈസ്. എങ്ങനെയാണെന്നറിയോ അടിക്കുന്നത്? ഒരെണ്ണം അടിക്കും, അതിന്റെ പുറത്ത് അടുത്തതടിക്കും, അതിന്റെ പുറത്ത് അടുത്തടിക്കും, അങ്ങനെ അവസാനം പാറുക്കുട്ടി ഈ ഒരു വൈറ്റ് ഗ്ലിറ്ററിന്റെ ആ ഒരു നെയിൽ പോളിഷ് എടുത്തിട്ട് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കും അത് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി അത് എടുത്തോളാൻ പറഞ്ഞപ്പോൾ പാറുക്കുട്ടി ആകെപ്പാടെ സങ്കടത്തിലാണ്. കാരണം പാറുക്കുട്ടിക്ക് 2 എണ്ണം വേണം. എന്താണെന്നറിയാവോ? ആ വൈറ്റ് ഗ്ലിറ്റർ ട്രാൻസ്പെറന്റ് ആയിട്ട് പോലെയുള്ള ഒരു നെയിൽ പോളിഷ് ആണ്. അപ്പോൾ അതിന്റെ അടിയിൽ വേറെ കളർ ഇട്ടാലേ ഭംഗി ഉണ്ടാകത്തുള്ളൂ. അപ്പൊ പിന്നെ പാറുക്കുട്ടി ഇപ്പൊ ഒരു ബ്ലാക്ക് എടുക്കും ഗൈസ്. നല്ല രസമായിരുന്നു കേട്ടോ അത് കാണാനായിട്ട്. ഒരു പ്ലെയിൻ ബ്ലാക്ക് ആണ്. അപ്പൊ പാറുക്കുട്ടി പറഞ്ഞു ആ ഒരു പ്ലെയിൻ ബ്ലാക്ക് ഇപ്പൊ കാണിക്കാം കേട്ടോ. നെയിൽ പോളിഷ് ഇപ്പൊ വരുവേ. ആ ഒരു ബ്ലാക്ക് കളർ നെയിൽ പോളിഷ് എടുക്കുമ്പോൾ നെയിൽ പോളിഷ് ഇടുമ്പോൾ അതിന്റെ പുറത്ത് ആ ഒരു വൈറ്റ് ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അമ്മയെന്ന് പറഞ്ഞു കേട്ടോ. ഇത് കണ്ടില്ലേ, എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ എന്റെ മനസ്സൊക്കെ മാറി ഞാൻ പറഞ്ഞു ശരി എടുത്തോളാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ പാറുക്കുട്ടി ബർത്ത്ഡേ പ്രമാണിച്ച് 2 നെയിൽ പോളിഷുകൾ എടുത്തിട്ടുണ്ട്. അതൊരു ചെരുപ്പെടുത്തു. അങ്ങനെ എൻ്റെ കൈ ഇപ്പൊ കാണിക്കാൻ പറയാണ് കേട്ടോ, ഇട്ട് നോക്കാനായിട്ട്. അമ്മുക്കുട്ടിയുടെ കയ്യിലെല്ലാം ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കാരണം എൻ്റെ കൈയൊക്കെ കാണിച്ചു കൊടുത്തു. ഇടണമെങ്കിൽ പക്ഷേ ഈ ഒരു ബ്ലാക്ക് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇടാൻ പറ്റത്തുള്ളൂ ഗൈസ്, അല്ലെങ്കിൽ പിന്നെ 2 കൂടെ മിക്സപ്പ് ആയിട്ട് ആകെ കുളമായി പോവും. അങ്ങനെ അതിട്ട് നോക്കിയപ്പോഴത്തേക്കിനും നല്ലോണം ഇഷ്ടപ്പെട്ടു. അതെടുത്തു. അമ്മുക്കുട്ടി അർമാദിക്കുകയാണ് ഗൈസ്, അർമാദിക്കുകയാണ്. കണ്ടില്ലേ? ഇപ്പം ഞാൻ വിചാരിച്ചു ഡ്രസ്സിലെല്ലാം പറ്റിയെന്ന്. അങ്ങനെ എന്തായാലും അമ്മുക്കുട്ടിയുടെ നെയിൽ പോളിഷ് ഇട്ട് കഴിഞ്ഞിട്ട് ഇടാൻ വേണ്ടിയിട്ട് ബാക്കിൽ ഒരു കുട്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. ആ പിങ്ക് കളറിലെ കുട്ടിയില്ലേ, കുട്ടി കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യരുത്. അപ്പം നമ്മ ആ കുട്ടിക്കും കൂടി ഇടാൻ കൊടുക്ക്, വേഗം ഇട്ട് കഴിയാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും അമ്മുക്കുട്ടി ഇപ്പൊ ഫിനിഷ് ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മുടെ അമ്മുക്കുട്ടിയെ പോലെ മേക്കപ്പിന്റെ അഡിക്റ്റ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. കാരണം എന്താണെന്നറിയോ, അമ്മു ഭയങ്കര അഡിക്റ്റ് ആണ് മേക്കപ്പ്. അമ്മുക്കുട്ടി കുളിച്ച് കഴിഞ്ഞാൽ ഉടനെ ഫുൾ മേക്കപ്പ് ചെയ്യും. വീട്ടിലിരിക്കുവാണെങ്കിൽ മേക്കപ്പ് ചെയ്തിട്ടേ ഇരിക്കത്തുള്ളൂ, പുറത്ത് പോവുകയാണെങ്കിൽ മേക്കപ്പ് ചെയ്യും. അങ്ങനെ അമ്മുക്കുട്ടിയുടെ ജീവിതം എന്ന് പറയുന്നത് മേക്കപ്പിനെ ചുറ്റിപ്പറ്റിയാണ്. അങ്ങനെ ഞാൻ ആ 3 സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. നെയിൽ പോളിഷ് റിമൂവർ. പിന്നെ ബില്ല് ചെയ്യാനായിട്ട് പോയപ്പോഴത്തേക്കിനും ഇതിന് 29 റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം ഞാനതും വാങ്ങി. നല്ല ബാൻഡായിരുന്നു കേട്ടോ, അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ലിപ്സ്റ്റിക്കും നെയിൽ പോളിഷും കഴിഞ്ഞിട്ട് അമ്മുക്കുട്ടി അടുത്തതായിട്ട് അവതരിപ്പിക്കുന്ന ഐറ്റം പെർഫ്യൂമാണ് കേട്ടോ. ഇത് നമ്മൾ ബില്ല് ചെയ്യാൻ പോയി നിൽക്കുമ്പോഴത്തേക്കിനും അവിടെ ഇങ്ങനെ സാമ്പിൾ വെച്ചിട്ടുള്ള സാധനമാണ് കേട്ടോ. നല്ല സ്മെല്ലായിരുന്നു, ശരിക്കും നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. പാറുക്കുട്ടിക്ക് അതൊരെണ്ണം വേണമെന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. എന്തായാലും ഇപ്പം അതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് മേടിക്കണ്ടെന്ന് പറഞ്ഞു. കാരണം വീട്ടിലിരിപ്പുണ്ട് കേസ്, വെറുതെ എന്തിനാണ് നമ്മൾ മേടിച്ച് പൈസ കളയുന്നത്. അങ്ങനെ പാറുക്കുട്ടി കുറേയൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ടും ഞാൻ വാങ്ങിക്കൊടുത്തില്ല കേട്ടോ. അമ്മുക്കുട്ടി പിന്നെ അവിടെ ഇരിക്കുന്ന സാമ്പിളൊക്കെ അടിച്ച് സെറ്റാക്കി. അങ്ങനെ നമ്മൾ ബില്ലൊക്കെ ചെയ്തിട്ട് തിരിച്ചു പോവുകയാണ്. തിരിച്ചിനി അങ്ങനെ വീട്ടിലേക്ക് പോകാൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ചാൽ പാറുക്കുട്ടിയുടെ ബർത്ത്ഡേയുടെ ഡ്രസ്സ് എടുത്തിട്ടില്ലല്ലോ. ബർത്ത്ഡേ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ്. ഡ്രസ്സ് ഒഴികെ ബാക്കിയെല്ലാം വാങ്ങിയിട്ടുണ്ട് ഗൈസ്. അങ്ങനത്തെ സമയമില്ലാത്ത സമയത്ത് നമ്മൾ ടപ്പേന്ന് നമ്മൾ പോകാന്ന് ചോദിച്ചപ്പോൾ അമ്മുക്കുട്ടി ഒരൊറ്റ ഓട്ടോ ഓടിയിട്ടുണ്ട് കേട്ടോ. ലെഫ്റ്റിലോട്ട് പോയത് കണ്ടോ, അവിടെ ഒരു പാർക്കുണ്ട്, കുഞ്ഞൊരു പാർക്കാണ് കേട്ടോ. അപ്പൊ അമ്മുക്കുട്ടിക്ക് എപ്പോൾ വന്നു കഴിഞ്ഞാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ സ്വിങ്ങിലൊന്നും ആടാനും സ്ലൈഡേ കയറാനും ഒന്നും സമയം കിട്ടാറില്ല. ഞങ്ങൾ ടപ്പേ നിങ്ങൾ തിരിച്ചു പോകുന്നതാണ് കേട്ടോ. അപ്പൊ അമ്മുക്കുട്ടി ഇന്ന് ഞാൻ പറയുന്നതൊന്നും കേൾക്കാതെ ഒറ്റ ഓട്ടവും കൂടി എനിക്ക് എന്തായാലും കുറച്ചു നേരം കളിക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പാറുക്കുട്ടി നമ്മുടെ കയ്യിൽ നിന്ന് ചെരുപ്പൊക്കെ വാങ്ങിയിട്ട് പോയിട്ടുണ്ട്. പാറുക്കുട്ടിക്ക് ഇട്ട് നോക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇട്ട് നോക്കണ്ട പാറു, ആ ഷൂ ഊരണം, സോക്സ് ഊരണം, ആകെ മെനക്കേടാവുമെന്ന് പറഞ്ഞു. പാറുക്കുട്ടി അതെല്ലാം കേൾക്കുമോ? പാറുക്കുട്ടിക്ക് ഒരു കാര്യം ഇടണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പാറുക്കുട്ടി ഇട്ടിരിക്കും ഗൈസ്. അങ്ങനെ ഞാൻ വഴക്കുണ്ടാക്കിയിട്ടൊന്നും പാറുക്കുട്ടി കേട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ശരി ഇട്ടോട്ടെ, കുട്ടികളുടെ ആഗ്രഹമല്ലേ, നമ്മളായിട്ട് എന്തിനാ തടസ്സം നിൽക്കുന്നതെന്ന് വിചാരിച്ചു. അങ്ങനെ പാറുക്കുട്ടി പറഞ്ഞു ശരി അമ്മ, ഞാൻ വണ്ടി കയറുന്നിടം വരെ ഇട്ട് നോക്കത്തുള്ളൂ, അത് കഴിയുമ്പോൾ ഞാൻ ഊരി വെച്ചോളാം എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞ് കൺവിൻസ് ചെയ്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ പറഞ്ഞു. അമ്മുക്കുട്ടിയെ വിളിച്ചിട്ടും വരുന്നില്ല കേട്ടോ. എനിക്കാണെങ്കിൽ മഴ പെയ്യുമോ എന്നുള്ള ടെൻഷൻ. വേറെ എവിടെയെങ്കിലും പോയി പാറുക്കുട്ടിക്കുള്ള ബർത്ത്ഡേയുടെ ഡ്രസ്സ് ഒപ്പിക്കണ്ടേ. ഡ്രസ്സ് കിട്ടും, പാർട്ടി വെയറൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷെ പാറുക്കുട്ടിക്ക് അങ്ങനത്തെ ഡ്രസ്സൊന്നും ഇഷ്ടമല്ല, കാഷ്വൽ വെയർസ് ആണ് ഇഷ്ടം. അപ്പൊ പാറുക്കുട്ടിക്ക് ഇഷ്ടമുള്ളത് തപ്പി പിടിക്കണ്ടേ. അങ്ങനത്തെ അമ്മുക്കുട്ടി സ്വിങ് ഒക്കെ കഴിഞ്ഞിട്ട് അടുത്ത സ്ലൈഡിലോട്ട് കയറിയിട്ടുണ്ട്. സമയമില്ലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. കുട്ടികൾക്ക് കളിക്കണമെന്ന് ആഗ്രഹം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനാ. പിന്നെ ഞാൻ വിചാരിച്ചു ശരി ഓക്കെ, എന്തായാലും കുറച്ച് നേരമേ കളിക്കത്തുള്ളൂ, കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനത്തെ ആ സമയത്ത് പാറുക്കുട്ടി
അവിടെ ഇരുന്ന് ചെരുപ്പ് ഒക്കെ ഊരി ചെരുപ്പിടാൻ പോവാണ് കേട്ടോ. പാറുക്കുട്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ചെരുപ്പ്. പാറുക്കുട്ടി എനിക്കറിയില്ല, പാറുക്കുട്ടി അത് കാലേ നൂരാറില്ലെന്ന് വേണമെങ്കിൽ പറയാം. വീട്ടിൽ വരുന്ന സമയത്തും പുറത്തേക്കൊക്കെ പോകുമ്പോഴൊക്കെ പാറുക്കുട്ടി ഇപ്പോൾ ആ ഒരു ചെരുപ്പാണ് കേട്ടോ ഇടുന്നത്. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പാറു ഭയങ്കര ഹാപ്പി ആയി കേട്ടോ ഒരു ചെരുപ്പ് കിട്ടിയപ്പോൾ. ഇത്തവണ ബർത്ത്ഡേക്ക് പാറുക്കുട്ടി ഭയങ്കര ഹാപ്പി ആയിരുന്ന കാര്യം, ആദ്യ ദിവസം നമ്മൾ മിനിസോയിൽ പോയി പാറുക്കുട്ടിക്ക് ഇഷ്ടമുള്ള ബോട്ടിൽ വാങ്ങിക്കൊടുത്തു, സിപ്പർ ബോട്ടിൽ വാങ്ങിക്കൊടുത്തു. പിന്നെ പാറുക്കുട്ടി പറഞ്ഞ പെൻ വാങ്ങിക്കൊടുത്തു. പിന്നെ പാറുക്കുട്ടി പറഞ്ഞ ചെരുപ്പ് വാങ്ങിക്കൊടുത്തു. പിന്നെന്താണ്, പാറുക്കുട്ടിക്ക് നെയിൽ പോളിഷ് വാങ്ങിക്കൊടുത്തു. പിന്നെന്താണ്, ഇതൊക്കെ പാറുക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങിക്കൊടുത്തോണ്ട് പാറുക്കുട്ടി ഭയങ്കര ഹാപ്പി ആയി കേട്ടോ. പിന്നെ ഡ്രസ്സും ഞാൻ വിചാരിച്ചു, എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല, എന്നാൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ പാറുവിന് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു ശരി, കുട്ടികളുടെ ഇഷ്ടത്തിന് തന്നെയാണ് എടുക്കേണ്ടത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ പാറുവിന് ഇഷ്ടമുള്ള എടുത്തോളാൻ പറഞ്ഞു. അപ്പൊ ഇത്രയേ ഉള്ളൂ സ്റ്റുഡിയോ വ്ളോഗ്. ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണേ. ടാറ്റാ.